ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതോടെ കേരളത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. തീർച്ചയായും അത് കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ വേരോട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും വലിയ മെജോറിറ്റിയോട് കൂടിയിട്ടാണ് ബീഹാറിൽ ബി.ജെ.പി. മുന്നണി, അതായത് നിതീഷ് കുമാർ മോദി മുന്നണിക്ക്, മോദി സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കിയത്. കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുകയാണ്. അതേസമയത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ 2 കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ബി.ജെ.പി. പയറ്റുന്നത്. അതിലൊന്ന് തിരുവനന്തപുരമാണ്, 2 തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് പദയാത്ര നടത്തിയിട്ടാണ് അവിടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഈ 2 കോർപ്പറേഷൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ കേരളം പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ഇറക്കി വലിയ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തയ്യാറായത്. അതിൽപ്പെട്ട ഒരാളാണ് ശ്രീലേഖ IPS മുൻ DGP ആണവർ. എന്നാൽ അവർ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വലിയ കൊലപാതക കേസിലെ യഥാർത്ഥ പ്രതിയാണ് എന്ന് ഞാൻ പറയാൻ പറ്റും. കൊലപാതക കേസിലെ പ്രതി എന്ന് പറയുമ്പോൾ കൊലപാതകം നടത്തിയത് അവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയാണ് അവർ. നമുക്ക് എല്ലാവർക്കും പറയാം, കവിയൂർ കേസ്, ഒരു പാവം നാരായണ നമ്പൂതിരിയും കുടുംബവുമാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ 15 വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ അനഘ എന്ന പെൺകുട്ടിയെയാണ് ഒരു പറ്റം കാബാലികർ ബലാത്സംഗം ചെയ്തത്. ആ ബലാത്സംഗം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതിൽ സ്പേം ആൻഡ് സ്പെർമോറ്റോസോവ കിട്ടി എന്ന് പറയുന്ന കാര്യം. ശുക്ലവും ശുക്ലസ്രാവവും കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം, കിളിയരൂർ കവിയൂർ കേസിലൂടെ കേരളത്തിൽ ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവങ്ങളാണ് VS അച്യുതാനന്ദൻ മുൻകൈയെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ CPM-ലെ തന്നെ പ്രമുഖ നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അവരുടെ മക്കൾ, കോട്ടയം പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥൻ തുടങ്ങിയവരാണ് പ്രതികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ അനഘയുടെ സുഹൃത്ത്, 15 വയസ്സുകാരിയായ അനഘയുടെ സുഹൃത്ത് ഒരു പെൺകുട്ടി ജസ്റ്റിസ് ബസന്തിന് ഒരു കത്ത് അയക്കുകയുണ്ടായി. അന്ന് ജസ്റ്റിസ് ബസന്തായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്നത്തെ ഈ കേസിൻ്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് DIG ശ്രീലേഖയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായി DIG ശ്രീലേഖയ്ക്ക് കൈമാറി. ആ കൈമാറിയ കത്ത് എവിടെ എത്തിയെന്ന് പിന്നീട് അറിയാമോ? ആ കത്ത് അട്ടിമറിക്കപ്പെട്ടു. ഞാനാണ് ആ കത്തിൽ പിന്നീട് കേസ് ഫയൽ ചെയ്തതും എല്ലാം തന്നെ. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അവരുടെ മക്കൾ, കോട്ടയം പോലീസ് സൂപ്രണ്ട്, ഗോപിനാഥൻ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായി തെളിവുകളടക്കം ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിന് ആദ്യം എനിക്ക് 50 ലക്ഷം രൂപയുടെ നോട്ടീസ് വന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ അടുത്തുനിന്ന്, പിന്നീട് MA ബേബിയുടെ അടുത്തുനിന്ന് വന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ സത്യമാണ്, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ വെല്ലുവിളിച്ചു. പക്ഷേ കേസ് ഫയൽ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്താണ് സത്യമെന്ന് പറയുന്നത്? അതിൽ ഒരു ലതാ നായർ എന്ന് പറയുന്ന ഒരു പിമ്പുണ്ടായിരുന്നു. അവരായിരുന്നു കിളിയൂർ കേസിലെ വില്ലത്തി. ആ ലതാ നായർ നാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ ഒളിവ് താമസം നടത്തിയിരുന്നു. അവിടെ അനഘ ജ്യോതിഷാലയത്തിൽ വരുമായിരുന്നവർ. ആ സന്ദർഭത്തിൽ നാരായണ നമ്പൂതിരിയുമായി ഒപ്പിട്ട് വളരെ തന്ത്രപരമായി ഈ പെൺകുട്ടിയെ വശത്താക്കുകയും സിനിമാ മോഹങ്ങൾ ജനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 5 ഫിംഗേഴ്സ് എന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെച്ചു. അങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നുള്ള രൂപത്തിൽ ഈ കുട്ടിയെ റേപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ കുട്ടി TV ചാനലുകളിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഫോട്ടോ കാണുകയും കൃത്യമായി മനസ്സിലാക്കുകയും ഈ ലതാ നായരോട് തട്ടിക്കയറുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആളുകളടുത്താണോ എന്നെ കൊണ്ടുപോയി കാഴ്ചവെച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തു. ഇതേപോലെ MA ബേബിയുടെ മകൻ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇതിൽ പ്രതികളാണെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ക്രൈം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ എനിക്കെതിരെ ഒരു കേസും ആരും ഫയൽ ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥ അന്ന് DIG ശ്രീലേഖയാണ്. ഈ കേസ് തെളിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? കുട്ടിയുടെ രഹസ്യ ഭാഗത്തു നിന്നും ശുക്ലവും ശുക്ലസ്രാവവും കിട്ടി. ഇത് DNA ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ആരാണ് പ്രതിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൃത്യമായി പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ച് ആ പ്രതിയെ കൃത്യമായി പൂട്ടാൻ കഴിയുന്ന, മാത്രമല്ല ഈ കേരളത്തിൽ മുഴുവൻ അത് യഥാർത്ഥ പ്രതിയെ കൊണ്ടുവന്ന് പൂട്ടാൻ പറ്റുന്ന അവസരമായിരുന്നു DIG ശ്രീലേഖയ്ക്ക് കിട്ടിയത്. എന്നാൽ അവർ ചെയ്തത് എന്താണ്? അവർ ആ DNA ടെസ്റ്റിന് കൊടുത്ത സംഭവത്തിൽ എത്രയും വേഗം കിട്ടാൻ വേണ്ടി, റിസൾട്ട് കിട്ടാൻ വേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മാത്രമല്ല അത് അട്ടിമറിക്കപ്പെട്ടു.
പിന്നീട് CBI അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ DNA ടെസ്റ്റിന് കൊടുത്ത മെറ്റീരിയൽ എല്ലാം നശിച്ചു പോയി എന്ന് പറയുന്ന ഒരു കള്ളമാണ്. കാരണം ഗോപിനാഥിൻ്റെ കോട്ടയം പോലീസ് സൂപ്രണ്ടായ ഗോപിനാഥിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആ DNA ടെസ്റ്റ് നടത്തിയില്ല. ആ ശുക്ലസ്രവവും നശിപ്പിക്കപ്പെട്ടു. ഈ ഗോപിനാഥിൻ്റെ ഭാര്യയായിരുന്നു അവിടെ കെമിക്കൽ ലാബിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ളത്. എന്നാൽ ഇതിന് കൃത്യമായി മേൽനോട്ടം വഹിച്ചിരുന്ന ശ്രീലേഖ ഈ കാര്യം കൃത്യമായി നടത്തിയില്ല. അവർ അതിനുവേണ്ടി മേൽനോട്ടവും വഹിച്ചില്ല. അത് അട്ടിമറിക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഇന്നേ വരെ അതിൻ്റെ DNA ടെസ്റ്റ് പുറത്തു വന്നിട്ടില്ല. ഇതാണ് ആ കേസ് അട്ടിമറിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ നാരായണ നമ്പൂതിരിക്ക് ഭാര്യ ശോഭയും 2 ചെറിയ കുട്ടികളും കൂടാതെ 3ാമത് കുട്ടി അനഘയുമായിരുന്നു. ഈ 5 പേരും കവിയൂരിലെ വീട്ടിൽ അനഘ ജ്യോതിശാലയം എന്ന് പറഞ്ഞ വീട്ടിൽ 2004 സെപ്റ്റംബർ 28 രാത്രി മരണപ്പെടുകയായിരുന്നു. 27 രാത്രി മരണപ്പെടുക, 28 അത് എല്ലാവരും അറിയുന്നത്. വന്ന് പരിശോധിച്ചപ്പോൾ ഇവർ നാരായണ നമ്പൂതിരി തൂങ്ങി മരിച്ച് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ആ തൂങ്ങി മരിച്ച് കിടക്കുന്ന നാരായണ നമ്പൂതിരിയുടെ താഴെ ഭാര്യയും 2 കുട്ടികളും അനഘ മറ്റൊരു റൂമിലുമായിരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട രൂപത്തിലായിരുന്നു. ഈ സംഭവത്തിൽ തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കാനും മറ്റുമൊക്കെ ആദ്യം രംഗത്തിറങ്ങിയത് നമ്മുടെ ശ്രീമതി ടീച്ചറാണ്. ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ ഒരു വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അവരേതോ അന്വേഷണ ഉദ്യോഗസ്ഥയാണെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. ഈ കുട്ടി കന്യകയാണെന്ന് പോലും അവർ വിലയിരുത്തി. പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട്, ഒരു തവണയല്ല പലതവണ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കന്യാചർമ്മങ്ങൾ തുടർച്ചയായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കൃത്യമായുള്ള തെളിവുകൾ വരുന്നത്. തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ്? ഈ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാൻ വേണ്ടി നമ്മുടെ ഇവരെത്തി, ശ്രീമതി ടീച്ചർ. അങ്ങനെ ആ കേസിൽ ഞാനാണ് ഏറ്റെടുത്തുകൊണ്ട് കോടതിയിലെത്തുന്നത്. ഈ കേസിൽ കുറ്റപത്രത്തിൽ ആകെ ഒരാളുടെ പേരാണ് ഉണ്ടായിരുന്നത്, ലതാ നായർ. എന്നാൽ ഞാൻ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത ക്രൈമിൻ്റെ ലക്കങ്ങളുമായി തെളിവുകളുമായി കോടതിയിലെത്തി. കോടതിയിൽ CBI ശക്തമായി എതിർത്തു. നന്ദകുമാറിന് എന്താണ് ഇതിനകത്ത് ആവശ്യം? അതേപോലെ നന്ദകുമാറിന് എന്താണ് ബന്ധം? ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് അദ്ദേഹം വന്നത്? കോടതിയും അതേപോലെയുള്ള സമീപനമായിരുന്നു. എന്നാൽ ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട കോടതിയോട്, എനിക്കൊരു ഉത്തരം മാത്രം കിട്ടിയാൽ ഞാൻ ഇതിന് പിൻവാങ്ങാം. എന്താണ് താങ്കൾക്ക് ഉത്തരം കിട്ടേണ്ടത്? ഇതിൽ ലതാ നായർ മാത്രമാണ് പ്രതി. എന്നാൽ ഈ കുട്ടി നിരന്തരമായി അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ശുക്ലസ്രാവവും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ലതാ നായരാണോ ഈ കന്യാചർമ്മങ്ങൾ വിച്ഛേദിച്ചത്? ലതാ നായരുടേതാണോ ഈ ശുക്ലസ്രാവവും? അതോടുകൂടി കോടതി ചോദിച്ചു, CBIക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അവർക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ജഡ്ജ് ഉത്തരവിട്ടു. എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ്, CBI ജഡ്ജ് അപ്പോൾ തന്നെ ഉത്തരവിട്ടു, ഇത് കേസ് തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട്. കോടതിയിൽ വാദിച്ചത് ഈ അച്ഛൻ നാരായണ നമ്പൂരി മകളെ പീഡിപ്പിച്ചു എന്ന കഥയുണ്ടാക്കാനാണ് പിന്നീട് CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ ശ്രമിച്ചത്. ഈ സന്ദർഭത്തിൽ ഈ കത്ത്, അതായത് ജസ്റ്റിസ് ബസന്തിന് വന്ന അന്ന് കേസ് പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് ബസന്തിന് വന്ന കത്ത് എവിടെ എന്നുള്ള ചോദ്യം ഞാൻ ഉയർത്തുകയുണ്ടായി. ഞാൻ നേരത്തെ ഈ കത്തിൻ്റെ കോപ്പി എനിക്ക് DIG ശ്രീലേഖയുടെ ഓഫീസിൽ നിന്ന് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു തരികയുണ്ടായി. പിന്നെ ഞാൻ DIG ശ്രീലേഖയോട് അന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്തുണ്ടെന്ന് എന്നോട് സ്ഥിരീകരിച്ചു. മാത്രമല്ല സാവി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ രാജശേഖർ നായർ ഈ കാര്യം എന്നെ അറിയിച്ചിരുന്നു. ഞാൻ അങ്ങനെ DIG ശ്രീലേഖയെ ബന്ധപ്പെട്ടു. അവർക്കാണ് അന്വേഷണ ചുമതല ഗവൺമെൻറ് കൊടുത്തത്. അവർ പറഞ്ഞത് സത്യമാണ്, ഇങ്ങനെ ഒരു കത്തുണ്ടെന്നാണ്. അവസാനം ഈ കത്ത് ഞാൻ കോടതിയിൽ എത്തിയിട്ടില്ല, CBI കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് വാദം ഉന്നയിച്ചപ്പോൾ അതിനെ ആസ്പദമാക്കി DIG ശ്രീലേഖ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അത് കിളിരൂർ കേസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് കവിയൂർ കേസിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ കള്ളമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ ബോസായ അന്നത്തെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, പിന്നീട് പ്രതിപക്ഷ സംസ്ഥാന CPM സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ രക്ഷിക്കാനും MA ബേബിയെ രക്ഷിക്കാനും അവരുടെ മക്കളെ രക്ഷിക്കാനും ഗോപിനാഥനെ രക്ഷിക്കാനും വേണ്ടി ഈ കത്ത് അട്ടിമറിക്കപ്പെട്ടു, പൂഴ്ത്തിവയ്ക്കപ്പെട്ടു. അതിന് ഒന്നാം പ്രതി വരുന്നത് ആരാണ്? നമ്മുടെ ശ്രീലേഖയാണ്. ഈ കേസ് അട്ടിമറിച്ചത് ഒരേപോലെ കൊന്നവരെയും ബലാത്സംഗം ചെയ്തവരെ പോലെ അതേ പ്രാധാന്യമുള്ള പ്രതിയാണ് ഈ കേസ് അട്ടിമറിച്ച DNA ടെസ്റ്റ് അട്ടിമറിച്ച, അതേപോലെ ഈ കത്ത് അട്ടിമറിച്ച DIG ശ്രീലേഖ. അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഇലക്ഷന് നിർത്തിയപ്പോൾ അവരെക്കുറിച്ച് തിരുവനന്തപുരത്തെ CPM സെക്രട്ടറി ജോയ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പട്ടി ചത്താൽ അവിടെ ചെന്ന് അത് കുഴിച്ചിടണമെങ്കിൽ എങ്ങനെ DIG ശ്രീലേഖയ്ക്ക് പറ്റുമെന്നാണ്. DIG ശ്രീലേഖയ്ക്ക് അതൊക്കെ പറ്റും, കാരണം അവർ പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതേപോലുള്ള കേസുകൾ അട്ടിമറിക്കാൻ. അതേപോലെ പാവപ്പെട്ട ഒരു നാരായണ നമ്പൂതിരിയുടെ മകളുടെ പാവപ്പെട്ട നാരായണ നമ്പൂതിരിയും കുടുംബവുമാണ് കൊല്ലപ്പെട്ടത്. അതേപോലെ മകളാണ് എന്തായത് ബലാത്സംഗം ചെയ്യപ്പെട്ടത്.
എന്നിട്ടും അത് അന്വേഷിക്കാനോ അത് കൃത്യമായി മുന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല. മാത്രമല്ല ആ കേസ് അട്ടിമറിച്ചതിൽ ഒന്നാം പ്രതി DIG ശ്രീലേഖയാണ്. ഞാൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ കവിയൂർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കൃത്യമായി ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഈ കേസ് അട്ടിമറിച്ചവർക്കെതിരെയും അന്വേഷിക്കണം, അവർക്കെതിരെയും നടപടി വേണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും ആദ്യത്തെ പ്രതിയായി തീരുന്നത് DIG ശ്രീലേഖയാണ്. അങ്ങനെയുള്ള ഒരാളാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ശാസ്തമംഗലം തിരുവനന്തപുരം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലജ്ജാകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഒരു അമ്പലത്തിലെ പൂജാരിയായ നാരായണ നമ്പൂതിരിയുടെ മകളെ ബലാത്സംഗം ചെയ്തതിലും അതേപോലെ അവരെല്ലാം കൊന്നതിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വ്യക്തമായ തെളിവുകൾ കൈവശമുണ്ടായിട്ടും അതൊക്കെ അട്ടിമറിച്ച് നേതൃത്വം കൊടുത്തത് ഈ DIG ശ്രീലേഖയാണ് എന്ന് തീർത്തു പറയാൻ പറ്റും. അവർക്ക് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ കൊല്ലപ്പെട്ട ഈ കുടുംബത്തിൻ്റെ ശാപം, അതായത് ബ്രാഹ്മണ ശാപം തലമുറകളായിട്ട് ഏൽക്കുമെന്നാണ് പറയുന്നത്. അതേ ശാപം ഏറ്റിട്ടുള്ള ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അതേപോലെ MA ബേബിക്ക് ഇതുവരെ ഗതി കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെയാണ് DIG ശ്രീലേഖയ്ക്ക് ഇവരെ രക്ഷിച്ച, കേസുകളിൽ നിന്ന് രക്ഷിച്ച, ഈ യഥാർത്ഥ പ്രതികളെ കേസുകളിൽ നിന്ന് രക്ഷിച്ച, തെളിവുകൾ നശിപ്പിച്ച ആളാണ്, അട്ടിമറിച്ച ആളാണ് ശ്രീലേഖ. അവർക്കും ആ ബ്രാഹ്മണ ശാപം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുലം മുടിഞ്ഞു പോകുമെന്നാണ് ബ്രാഹ്മണ ശാപത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ചൊല്ലുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ പലതും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം അതിനുവേണ്ടി പോരാടിയിട്ടുള്ള ഒരു ആൾ എന്നുള്ളത് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.